എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നേരത്തെ ഒരു കസ്റ്റമറിന് വാടകയ്ക്ക് കൊടുത്ത മെഷീൻ എങ്ങനെയാണ് സേഫ് റെൻ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റെൻറ്റിങ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് ഇത്. സേഫ് റെൻ്റ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഒരാൾക്ക് ടൂൾസ് വാടകയ്ക്ക് കൊടുക്കാം എന്നുള്ള വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സേഫ് റെൻ്റ് ഉപയോഗിച്ച് 3 രീതിക്ക് വേണമെങ്കിൽ ടൂൾസ് റെൻറ്റിങ് ചെയ്യാവുന്നതാണ്. 1. കസ്റ്റമറിൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച്, 2. കസ്റ്റമറിൻ്റെ പേരുപയോഗിച്ച്, 3. മെഷീൻ കോഡ് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ടൂൾസ് റെൻറ്റിങ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ രീതി ട്രൈ ചെയ്യാം. അതായത് കസ്റ്റമർ വരുമ്പോൾ അദ്ദേഹം ഫോൺ നമ്പർ പറയുമ്പോൾ നമുക്ക് എങ്ങനെ റെൻറ്റിങ് ചെയ്യാം എന്നുള്ളത്. സോ കസ്റ്റമറിൻ്റെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. കസ്റ്റമറിൻ്റെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റെൻ്റ് ഔട്ട് ടാബ് ആവും കാണപ്പെടുന്നത്. കസ്റ്റമറിന് ഇനിയും ടൂൾസ് ആവശ്യമെങ്കിൽ മെഷീൻ കോഡ് അടിച്ച് ടൂൾസ് വാടകയ്ക്ക് കൊടുക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം ടൂൾസ് റെൻറ്റിങ് ചെയ്യാനായി റെൻറ്റിങ് ടാബ് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, റെൻറ്റിങ് ടാബ് നോക്കിയാൽ നമുക്ക് അദ്ദേഹം കൊണ്ടുപോയ ഏതൊക്കെ മെഷീനാണെന്ന് അറിയാൻ സാധിക്കും. അതുമല്ല, മെഷീൻ്റെ കൂടെ വാങ്ങിയ വെൽഡിംഗ് റോഡും ബ്ലേഡിൻ്റെ കണക്കും ഇവിടെ നോക്കിയാൽ അറിയാൻ സാധിക്കും. മെഷീൻ കൊണ്ടുപോയ ഡേറ്റും സമയവും ഇവിടെ നോക്കിയാൽ അറിയാൻ സാധിക്കും. ദിവസ വാടക അനുസരിച്ച് നമുക്ക് എമൗണ്ട് അടിക്കാവുന്നതാണ്. സപ്പോസ് വെൽഡിംഗ് സെറ്റിൻ്റെ ദിവസ വാടക 100 രൂപയാണെങ്കിൽ 2 ദിവസം എന്ന കണക്കിൽ 200 രൂപ ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഗ്രൈൻഡറിൻ്റെ എമൗണ്ടും ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ സപ്പോസ് സ്വിച്ച് ബോർഡ് എടുക്കാൻ കസ്റ്റമർ മറക്കുകയോ അതല്ല സ്വിച്ച് ബോർഡിൻ്റെ ആവശ്യം കസ്റ്റമറിന് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് സ്വിച്ച് ബോർഡ് ഇതിന് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനായി ഡിലീറ്റ് ബട്ടൺ ഞെക്കാം. അതായത് കസ്റ്റമർ തിരിച്ചു കൊണ്ടുവന്ന ടൂൾസ് മാത്രമേ കാർട്ടിൽ കാണാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം റെൻറ്റിങ് ചെയ്യുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. റെൻറ്റിങ് ചെയ്യുന്ന മെഷീൻ്റെ എണ്ണം വെരിഫൈ ചെയ്തതിന് ശേഷം റിസീവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മെഷീൻ തിരിച്ചു വന്നതായിട്ട് സേഫ് റെൻ്റ് ആപ്പിൽ രേഖപ്പെടുത്തുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയായ കസ്റ്റമറിൻ്റെ പേരുപയോഗിച്ച് എങ്ങനെ മെഷീനുകൾ റെൻറ്റിങ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നോക്കാൻ പോണത്. ഈ ഒരു ഫീച്ചർ എപ്പോഴാണ് ഉപകാരപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കസ്റ്റമറിൻ്റെ പേരറിയാം. അപ്പോൾ എപ്പോഴും ഫോൺ നമ്പർ ചോദിക്കാനുള്ള മടിയാണെങ്കിൽ അയാളുടെ പേര് ടൈപ്പ് ചെയ്ത് റെൻ്റ് ഔട്ട് റെൻറ്റിങ് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതിനായി ഇവിടെ പി ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ പി മാറി സി ആവും. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ പേര്. ഓക്കെ, കസ്റ്റമറിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. കസ്റ്റമറിൻ്റെ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം ആ കസ്റ്റമറിൻ്റെ ടൈലിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ സെയിം റെൻ്റ് ഔട്ട് റെൻറ്റിങ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് നോക്കാം. സപ്പോസ് നിങ്ങളുടെ മെഷീൻ കൊണ്ടുപോയ കസ്റ്റമർ അല്ല, പകരം മെഷീൻ കൊണ്ടുവന്നത് പുള്ളിയുടെ പണിക്കാരനാണ്. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന ആളുടെ പേരോ നമ്പറോ അറിയില്ല. അപ്പോഴാണ് നമുക്ക് മെഷീനിലുള്ള മെഷീൻ കോഡ് ഉപയോഗിച്ച് ടൂൾസ് റെൻറ്റിങ് ചെയ്യാവുന്നത്. അതിനായി സി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എം ആയി മാറും. എം എന്ന് വെച്ചാൽ മെഷീൻ കോഡ്. അപ്പോൾ ഇവിടെ മെഷീൻ കോഡ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന മെഷീൻ ടൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മെഷീൻ കൊണ്ടുപോയ ആളുടെ റെൻ്റ് ഔട്ട് റെൻറ്റിങ് പേജ് കാണാൻ സാധിക്കും. എമൗണ്ട് അടിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ടൂൾസ് വരവ് വെക്കാവുന്നതാണ്. സേഫ് റെൻ്റ് ആപ്ലിക്കേഷൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സപ്പോസ് ചില മെഷീനുകൾ മാസങ്ങൾക്ക് ശേഷമാവും അത് തിരിച്ചു വരിക. അപ്പോൾ നമ്മൾ ഇയാളുടെ ഡീറ്റെയിൽസ് ബുക്കിൽ നിന്ന് തപ്പിയെടുക്കാൻ പേജുകൾ തോറും മറിച്ച് നോക്കണം. അത് വളരെ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണ്. സേഫ് റെൻ്റ് ആപ്ലിക്കേഷനിൽ ഈ വക കാര്യങ്ങൾ 100 മടങ്ങ് സ്പീഡിൽ റെൻ്റ് ഔട്ട് റെൻറ്റിങ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. സേഫ് റെൻ്റ് ആപ്ലിക്കേഷനെ പറ്റി കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.